മക്ക മദീന എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തിൻ്റെ ക്യാപിറ്റലുകളാണ്. ഈ പ്രസ്ഥാനം ലോകവ്യാപകമാക്കാൻ വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്ത നാടാണ്. ഇവിടേക്ക് വന്ന് പോകുമ്പോൾ ഇവിടുന്ന് പഠിക്കേണ്ടത് പഠിക്കണം. അത് അള്ളാഹ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടുന്ന് പഠിക്കേണ്ടത്? മറ്റുള്ളവർ പറഞ്ഞു തരാൻ, ഷിട്ടികൾ പറഞ്ഞു തരാൻ വിട്ടിട്ടില്ല. അള്ളാഹ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഹാജിമാരായ ഉംറക്കാരായ ഭക്തജനങ്ങളുടെ ഇഹപരലോക സമ്പാദ്യങ്ങളെ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ് പഠിച്ചു പോകാൻ വേണ്ടി. അള്ളാഹിന്റെ ചിഹ്നങ്ങൾ മക്കയിൽ മാത്രമല്ല, മദീനത്തെ പള്ളി അള്ളാഹിന്റെ ചിഹ്നമാണ്. മദീനത്തെ പള്ളിയിൽ പ്രഖ്യാപിക്കപ്പെട്ട നമസ്കാരം അള്ളാഹിന്റെ ചിഹ്നമാണ്. മദീനത്തെ പള്ളിയോട് പ്രഖ്യാപിക്കപ്പെട്ട നോമ്പ് അള്ളാഹിന്റെ ചിഹ്നമാണ്. മദീനത്തെ പള്ളിയോട് പ്രഖ്യാപിക്കപ്പെട്ട യുദ്ധം ഇസ്ലാമിന് വേണ്ടി ചോര ഒലിപ്പിക്കുക, ഇസ്ലാമിന് വേണ്ടി കഴുത്ത് മുറിച്ചു കൊടുക്കുക, ഇസ്ലാമിന് വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്യുക, തൗഹീദിന് വേണ്ടി പടപൊരുതുക, ഇത് അള്ളാഹിന്റെ ചിഹ്നമാണ്. ഇത് എൻ്റെ അർത്ഥമല്ല. മറിച്ചു നോക്കൂ ഇബ്നു ജരീർ തബരി, മറിച്ചു നോക്കൂ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിമ, അവരുടെ എല്ലാം ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കാണാം. എന്ത് ചിഹ്നമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ എല്ലാം അതിൽ പെടും വിശാലമായ അർത്ഥത്തിലൂടെ. പക്ഷേ മക്കയിൽ പ്രത്യേക ചിഹ്നം പറഞ്ഞിട്ടുണ്ട്, സഫ മർവ. അതുപോലെ ധാരാളം 10ഓളം ചിഹ്നങ്ങൾ ഞാൻ ഹജ്ജ് വേളയിൽ എണ്ണാറുണ്ട്. 10ഓളം ചിഹ്നങ്ങൾ അവിടെ പഠിക്കാനുണ്ട് ഹാജിമാർക്കുള്ള. നമ്മുടെ വിഷയം ഇന്നത്തെ വിഷയം മദീനയിൽ സ്ഥിരതാമസക്കാർക്കും അതുപോലെ സന്ദർശകരായിട്ട് ഇവിടെ വന്നവർക്കും എല്ലാവർക്കും പഠിക്കേണ്ട ഭാഗമാണ്. ഞാൻ താമസിക്കുന്ന പട്ടണത്തെക്കുറിച്ച് എനിക്ക് എന്തറിയാം? ഇങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഓരോരുത്തരും ഉണ്ടാവണം. എന്തെല്ലാം തട്ടിപ്പ്, എന്തെല്ലാം വെട്ടിപ്പ്, എന്തെല്ലാം തോന്നിവാസം ഹജ്ജ് വേളയിൽ അറിവില്ലാത്തത് കാരണത്താൽ മലയാളികൾ അഴിച്ചുവിടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് സുബ്ഹാനല്ലാഹ്, ഹാജിമാരെ ബസ്സിൽ കയറ്റി കൊണ്ടാണ് ഒരു മദീനക്കാരൻ മലയാളി വാർത്ത നമുക്കെത്താണ്. എന്നിട്ടോ ഈ മലയാളി തോന്നാസം പറയാണ്, ആ പർവ്വതം ഇന്നതാണ്, ആ പർവ്വതം ഇന്നതാണ്, ആ പർവ്വതം ഇന്നതാണ്. മൂപ്പരുടെ പോക്കറ്റിൽ നിന്നാ പേരൊക്കെ. അപ്പോഴേ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ച ആചാര്, എന്നാൽ ഈ പർവ്വതമോന്ന് സൽഅഖുദിന്റെ ഭാഗത്ത് എത്തിയപ്പോൾ മൂപ്പരുടെ കൂടെയുള്ള പേരൊക്കെ തീർന്നത് കൊണ്ട് അത് ജബൽ മലയാണെന്ന് മറുപടി. എന്താണ് ജബൽ മല? ജബൽ എന്ന് പറഞ്ഞാൽ മല, മല എന്ന് പറഞ്ഞാൽ മല. അപ്പോൾ എന്തായി? മലയാണെന്ന് കേൾക്കുന്ന ആചാർക്കൊന്നും മനസ്സിലായില്ല. അത് ശരിയായിരിക്കും തോന്നി. അങ്ങനെ തോന്നിയാസം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാരയൊക്കെ, ഇത് കുരുവില്ലാത്ത കാരയൊക്കെ അത് മുഇസത്തിന്റെ കാരയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കുന്നുണ്ടല്ലോ നമ്മുടെ മലയാളികൾ. എന്തൊക്കെ കാട്ടുന്നുണ്ട് മലയാളികൾ. എല്ലാ മലയാളികളല്ല കേട്ടാ. മലയാളികൾ എന്ന് പറയുന്നവരിൽ നല്ലൊരു ശതമാനം ഹാജിമാരെ വഞ്ചിക്കുന്ന ആളുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ നാവിലൂടെ കേൾപ്പിച്ചു, ഹാജിമാരെ വഞ്ചിക്കുന്നവൻ, ഹാജിമാരെ വശീകരിക്കുന്നവൻ, ഉംറക്കാരെ വഞ്ചിക്കുന്നവൻ, ഉംറക്കാരെ വശീകരിക്കുന്നവൻ, അവരെ കക്കുന്നവൻ, അവരെ ഞാൻ നരകത്തിൽ കറങ്ങുന്നത് കണ്ടുവെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? സാധാരണ കാര്യമല്ല ഹാജിമാരെ അവഗണിക്കാന്നൊക്കെ പറഞ്ഞാൽ. പറഞ്ഞു വരുന്നത് കാരക്ക പറഞ്ഞപ്പോൾ ഹാജിമാർക്ക് തോന്നിക്കാണും, എന്ത് പിന്നെ കാരക്കയിൽ എന്താ പ്രത്യേകതയുള്ള കാരക്ക ഉണ്ടോ എന്നും ചോദിക്കാൻ തോന്നിക്കാണും അല്ലേ? അതെ, പ്രത്യേകതയുള്ള കാരക്ക ഉണ്ട്. മൊത്തത്തിൽ മദീനയിലുള്ള കാരക്ക മുഴുവനും പ്രത്യേകതയുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളതാണ് അജുവ എന്ന ഒരു പ്രത്യേക വകുപ്പ്. ആ അജുവ എന്ന പ്രത്യേക വകുപ്പ് ബുഖാരിയിലുണ്ട്. അതിനെ ഒരാൾ 7 എണ്ണം രാവിലെ വെറും വയറ്റിൽ തിന്നാൽ ആ ദിവസത്തിൽ അദ്ദേഹത്തിന് വിഷം തട്ടൂല, മാരണം തട്ടൂല എന്ന് ബുഖാരിയുടെ ഹദീസുണ്ട്. അത് തള്ളിപ്പറയുന്നവർ ഹദീസ് നിഷേധികൾ മാത്രമാണ്. അവരുടെ വാദവും വാക്കും നമുക്ക് കേൾക്കേണ്ടതില്ല. നമുക്ക് സിദ്ധിച്ച ലാഭം മതി. സ്ഥിരീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട വിശ്വാസയോഗ്യമായ ഹദീസുകൾ ആസകലം നാം അംഗീകരിക്കണം, സ്വീകരിക്കണം. അവിടെ നമുക്ക് ബുദ്ധിക്ക് യോജിച്ചോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അൽ മദീന, 4 തവണ റബ്ബ് പറഞ്ഞതായ അൽ മദീന എന്ന നാടുണ്ടല്ലോ, ആ വിശുദ്ധ നാട്ടിലേക്ക് വരുമ്പോൾ അല്ലാഹ് പറയുന്ന ശൈലി കേൾക്കുക. മാകാന ലി അഹ്ലിൽ മദീനതി വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹ്. സൂറത്ത് തൗബയിൽ അൽ മദീന എന്ന അല്ലാഹ് പറഞ്ഞതായ ഭാഗമാണ്. 4 തവണ ഞാൻ പറഞ്ഞു മദീന എന്ന പേര്. ശ്രദ്ധിക്കുക, 4 തവണ അൽ മദീന എന്ന പേര് ഖുർആൻ പറയുന്നുണ്ട്. 2 തവണ സൂറത്തുൽ തൗബയിലും, 1 തവണ സൂറത്തുൽ അഹ്സാബിലും, മറ്റൊരു തവണ സൂറത്തുൽ മുനാഫിഖീൻ എന്ന സൂറത്തിലുമാണ്.
മദീനവാസികൾക്ക് യോജിച്ചതല്ല. ഒമൻ ഹൗലഹും മിനൽ അറാബി, അതിൻ്റെ പരിസരത്തിൽ ജീവിക്കുന്നതായ ഗ്രാമീണന്മാർക്കും യോജിച്ചതല്ല. അയ്യതഖല്ലഫു അൻ റസൂലില്ലാ, അല്ലാഹു റസൂലിൽ നിന്നിട്ട് പിന്തുക എന്നത്. റസൂൽ പോകുന്ന വഴിയിൽ കൂടി പോവുക. യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിന്, പോരാട്ടത്തിനാണെങ്കിൽ പോരാട്ടത്തിന്, മത്സരത്തിനാണെങ്കിൽ മത്സരത്തിന്, നമസ്കാരത്തിനാണെങ്കിൽ പള്ളിയിൽ മുൻപന്തിയിൽ. അവരെ ഏതെല്ലാം രൂപത്തിൽ ചലിക്കുന്നുവോ റസൂലുള്ള, ആ റസൂലിൽ നിങ്ങൾ മാതൃക ഉൾക്കൊള്ളുക. ഇത് മറ്റുള്ളവർക്കും പാഠമാണ്. മദീനവാസികളാവാൻ അല്പ മണിക്കൂറുകൾക്ക്, അല്പ മാസങ്ങൾക്ക്, അല്പ ദിവസങ്ങൾക്ക് ചാൻസ് കിട്ടിയവരെ, എൻ്റെ സദസ്യരെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നാമും ഇത് ശ്രദ്ധിക്കണം. മദീനവാസികളോട് അല്ലാഹ് പറഞ്ഞു, ഒരിക്കലും റസൂലിൽ നിന്നിട്ട് നിങ്ങൾ പിന്തരുത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കൽപ്പന വരുമ്പോൾ അള്ളാഹിന്റെയും റസൂലിന്റെ മുമ്പിൽ നിങ്ങൾ വിട്ടടക്കരുത്. നിങ്ങൾ അള്ളാഹ് നിർത്തിയെടുത്ത് നിൽക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് മുഅ്മിൻ, അതാണ് ഒറിജിനൽ സുന്നി, അതാണ് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. അള്ളാഹ് നിർത്തിയെടുത്ത് നിൽക്കുക. അള്ളാഹ് നിന്നെ എവിടെ നിർത്തി അവിടെ നിൽക്കുക. അതാണ് മദീന പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയെ ചേഞ്ച് ചെയ്തു. നാമും എന്ത് വേണം? ജീവിതത്തെ ഈ മദീന കണ്ട ശേഷം ചേഞ്ച് ചെയ്യണം. അതാണ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം. ഒരു വിഭാഗത്തിലുള്ള ചുറ്റുപാടിനെ അള്ളാഹ് ചേഞ്ച് ചെയ്യുന്നതല്ല, അവരിലുള്ളതിനെ അവർ സ്വയം ചേഞ്ച് ചെയ്യാത്ത കാലത്തോളം. അപ്പോൾ നാം എന്ത് വേണം? മദീന കണ്ട ശേഷം മദീനയോട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പുള്ള ജീവിതത്തിലുള്ള വീഴ്ചകളെ നികറ്റാൻ വേണ്ടി പാടുപെടണം. റസൂലുള്ളാഹി ഈ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ധാരാളം പ്രഖ്യാപനങ്ങൾ നടന്നു. ഈ വിശുദ്ധ മദീനയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായതായ ബന്ധവും അവരുടെ ജീവിത രീതിയിൽ കണ്ടതായ ചേഞ്ചും എല്ലാം കുറിക്കുന്നത് സന്ദർശകരെ, ഉംറക്കാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, റസൂലുള്ളാഹിയുടെ വന്ന ശേഷം പലപ്പോഴും എവിടേക്ക് പോകും? പുറത്തു പോകും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീണ്ട പോക്ക് പോയത് എവിടേക്ക് പോയപ്പോഴാണ്? തബൂക്ക് യുദ്ധം. തബൂക്ക് യുദ്ധത്തിലേക്ക് പോയപ്പോഴാണ് നീണ്ട പോക്ക് പോയത്. സുബ്ഹാനല്ലാഹ്, അത്രയും നീണ്ട പോക്ക് റസൂലുള്ളാഹി പോയിട്ടില്ല. പക്ഷെ റസൂല് പതിവനുസരിച്ച് അവർ സ്വയം പോകാനോ മറ്റുള്ളവർ മദീന വിട്ടു പോകാനോ ഇഷ്ടപ്പെടാറില്ല. പലപ്പോഴും മടക്കി മടക്കി പറയും, അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അറിയുമെങ്കിൽ അവർക്ക് ഉത്തമം മദീനയായിരുന്നേനെ എന്ന് പറയാറുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി പോവുകയാണെങ്കിൽ ഒന്നിരിക്കലോ ഉംറക്ക്, അല്ലെങ്കിൽ ഹജ്ജിന്, അല്ലെങ്കിൽ യുദ്ധത്തിന് 3 പോക്കേ പോയിട്ടുള്ളൂ. 4ാമത്തെ പോക്ക് പോയിട്ടില്ല. 4ാമത്തെ പോക്ക് റസൂല് മദീനയിൽ വന്ന ശേഷം പോയിട്ടില്ല. ഈ മദീനയിലേക്ക് റസൂലുള്ളാഹി വന്ന ശേഷം പോയതായ നീണ്ട പോക്ക് തബൂക്കാണെങ്കിൽ പിന്നെ അതിൽ കുറഞ്ഞ പോക്ക് മക്ക റിപ്പബ്ലിക് എന്ന ആ മഹാപോരാട്ടത്തിന് വേണ്ടി പോയ പോക്കായിരുന്നു. അത്ഭുതങ്ങളിൽ അത്ഭുതം ലോകം ആ യാത്രയിലൂടെ കണ്ടു, മറ്റു യാത്രകളെപ്പോലെ തന്നെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ റസൂലുള്ളാഹി മക്കയോട് വിട വാങ്ങി 8 കൊല്ലം 360 ബിംബങ്ങളുള്ള കഅബത്തെ മുന്നിട്ടുകൊണ്ട് ഈ മദീനയിൽ നിന്നിട്ട് നമസ്കരിച്ചു. 360 ബിംബമുള്ള കഅബത്തെ മുന്നിട്ടുകൊണ്ട് നിസ്കരിച്ചു. എന്തേ? ഈ കഅബത്തിന്റെ അകത്തുള്ള ബിംബങ്ങളെ ക്ലിയർ ആക്കേണ്ടതല്ല ആദ്യം, മറിച്ച് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള അന്ധവിശ്വാസമാണ് ആദ്യം ക്ലിയർ ആവേണ്ടത്. അന്ധവിശ്വാസം ക്ലിയറായി കഴിഞ്ഞാൽ അവർ സ്വയം അതിനെ തകർത്തിക്കോളും. ആര്? അതേ മുസ്ലിങ്ങൾ. ഇസ്ലാം ഹൃദയത്തിൽ കടന്നവര് ആ കഅബത്തെ ക്ലിയർ ആക്കും. അത് ആക്കിയില്ലേ? അതാണ് കണ്ടത് നാം. സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നാം കണ്ടത്. റസൂലുള്ളാഹിന്റെ നാടല്ല ഇത്, നാട് മക്കയാണ്. ഇവിടെ നുബുവത്ത് കിട്ടിയ ശേഷം ഒരു നിമിഷം പോലും കാല് വെച്ചിട്ടില്ല ഹിജ്റക്ക് മുമ്പ്. പിന്നെ ഹിജ്റക്ക് വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഔസ് ഖസ്റജ് എന്ന ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ച 40ഓളം കൊല്ലങ്ങൾ പോരാട്ടം നടത്തിയിട്ട് എന്തിനു പോരാടി എന്നിവരെ അറിയാത്ത രൂപത്തിലുള്ള അന്ധകാരമാകുന്ന കാർമേഘങ്ങൾ മൂടപ്പെട്ട അന്തരീക്ഷത്തിൽ ജീവിച്ച വിഭാഗം ജീവിച്ചതായ നാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ എന്താണ്? തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ ഇലാ ആഖിരിഹി, അല്ലെങ്കിൽ ഇലാ ആഖിരിഹാ. കഥ പറയും പോലെ. ഏത്? ഇവിടെ പാട്ട് പാടി തപ്പുമുട്ടി സ്വീകരിച്ചു എന്നതാണ് നാം കേൾക്കുന്നത്.
ഇങ്ങനെയുള്ള ചേഞ്ചുകൾ ഇവിടെ ഉണ്ടാവാൻ എന്ത് പ്രവർത്തിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ലജ്ജ തോന്നിപ്പോകും. ഞാനും നീയും ഇതുവരെ ഇങ്ങനെ ഷുഗർ വരാതിരിക്കാൻ, പ്രഷർ വരാതിരിക്കാൻ, രോഗം വരാതിരിക്കാൻ, നല്ല ജീവിതം ജീവിക്കാൻ, ആ ജീവിച്ച് കിട്ടുന്ന സന്ദർഭം മുഴുവൻ ശരിക്ക് സുഖലോലപരായിട്ട് ജീവിക്കാൻ എന്ത് മാർഗമുണ്ട്, എന്ത് പോണ വഴിയുണ്ട്, എന്ത് ചാൻസ് ഉണ്ട്, ഇത് ഉപയോഗപ്പെടുത്തണമെന്നല്ലാതെ ഒരു 2 റക്അത്ത് രാത്രി ഉണർന്നുകൊണ്ട് അള്ളാഹനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കാൻ തോന്നിയിട്ടില്ല. വയസ്സ് 60 എല്ലാരെ കുറിച്ചല്ല കേട്ടാ. ചിലപ്പോൾ വയസ്സ് 70 എന്നിട്ടോ രാത്രി ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ കേണപ്പയിച്ചിട്ടില്ല, പരിചയമുണ്ടായിട്ടില്ല. എപ്പോഴാണോ പിന്നെ പരിചയമുണ്ടാവുക? എപ്പോഴാണടി പരിചയമുണ്ടാവുക? അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. കഅബത്തിന്റെ പരിസരത്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഇറങ്ങിയതായ സൂറത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏത്? മുസമ്മിലി എന്ന സൂറത്ത്. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വതുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? അവിടെ വേദനകൾ, യാതനകൾ, കല്ലേറുകൾ, ശകാരങ്ങൾ, ഇടികൾ, അടികൾ, നാടുകടത്തപ്പെടലുകൾ, വീടപഹരിക്കൽ, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാൻ സൗകര്യം ലഭിക്കാതിരിക്കൽ, എല്ലാ പ്രയാസവും അവിടെ ഉണ്ടായതോടുകൂടി നമസ്കാരമുണ്ടായില്ലേ? ഉണ്ടായി. നിങ്ങൾ ഈ ഞാൻ കേൾപ്പിച്ചതായ സൂറത്ത് പരിശോധിച്ച് നോക്കുക. ആദ്യം അത് മക്കത്ത് ഫർളായിരുന്നു, പിന്നെ 5 വക്ത് നിസ്കാരം ഫർളായപ്പോൾ അത് സുന്നത്തായി മാറി എന്ന് പറയുന്നവരെ കാണാം നമ്മുടെ നേതാക്കളിൽ. അതുകൊണ്ടാണ് നാം നമ്മുടെ നേതാവായ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ കണ്ട കഅബത്തിന്റെ പരിസരത്തിൽ മക്കക്കാർ ഉറങ്ങുന്ന വേളയിൽ വന്നിട്ട് നിസ്കരിക്കാൻ ആരംഭിക്കും. ഉംറക്കാരി രാത്രി ഹയാത്താക്കാറുണ്ടോ? വീട് ഇസ്ലാമീകരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? കുട്ടികളെ വിനോദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. നമുക്കൊക്കെ മരിക്കണ്ടേ? ഇന്നോ നാളെയായി മരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ അവരെ നിർത്തു മലക്കുകളെ. ഇന്നഹും മസ്ഊലൂൻ, അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയപ്പെടുന്ന കാലം വരുന്നുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ രക്ഷിക്കാൻ. മലക്കുകൾ അള്ളാഹിലേക്ക് അടുത്ത മുഖറബായ മലക്കുകൾ മുട്ടുകുത്തി രക്ഷ എന്ന് പറയുന്ന രംഗമാണ് നരകം വരുന്ന സന്ദർഭം. അന്നേത്തെ ദിവസത്തിൽ ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരപ്പെടും. സുബ്ഹാനല്ലാഹ്. 70,000 ചങ്ങല, ഓരോ ചങ്ങല 70,000 മലക്കുകൾ. പെരുത്തു നോക്കുക, 70,000 ആ മലക്കുകൾ കൊണ്ടുവരുന്ന രംഗം. അന്നേത്തെ ദിവസത്തിലാണ് മനുഷ്യൻ ചിന്തിക്കുക, ഇതുവരെ ഞാൻ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചല്ലോ, ഇതുവരെ ഞാൻ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശം നൽകിയില്ലല്ലോ, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കിയില്ലല്ലോ, അള്ളാഹ്ക്ക് മാത്രം അർത്തില്ലല്ലോ, അള്ളാഹ്ക്ക് മാത്രം ജീവിതം അർപ്പിക്കണമെന്ന തവക്കുലാക്കണമെന്ന ആ ബോധം എനിക്ക് ഉണ്ടായില്ലല്ലോ, ഞാൻ തൗഹീദ് പഠിച്ചില്ലല്ലോ, മനസ്സിലാക്കിയില്ലല്ലോ, തൗഹീദ് പറയുന്നവരെ ഞാൻ അവഗണിച്ചല്ലോ, അവരെ ഞാൻ കൂട്ടാക്കിയില്ലല്ലോ. ഖുർആനിന്റെ മർമ്മമാകുന്ന ആ ഇബാദത്തിന്റെ ശൈലി പഠിപ്പിക്കുന്നതായ ആ ശൈലി, ആ മൻഹജ് സലഫ് സാലിഹയുടെ മൻഹജാണ് എന്നത് ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. ഖേദം, ദുഃഖം, പ്രയോജനമില്ല. എന്ത് പ്രയോജനമുണ്ട് അപ്പോൾ ചിന്തിച്ചിട്ട്? നിനക്ക് എത്ര സമയമുണ്ടായി പഠിക്കാൻ? നിനക്ക് എത്ര സമയമുണ്ടായി ക്ലാസ് കേൾക്കാൻ? നിനക്ക് എത്ര സമയമുണ്ടായി തൗഹീദിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ? നിനക്ക് എത്ര സമയമുണ്ടായി ഖുർആൻ തന്നെ ഓതിയും കൊണ്ട് കണ്ണുനീര് ധാരധാരാക്കി ഒൽപ്പിക്കാൻ? വെറും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ 17 തവണ നിന്നെ കൊണ്ടുള്ള മടക്കി പറയിപ്പിക്കുമ്പോൾ തന്നെ അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥനയില്ല, അള്ളാഹിനോടല്ലാതെ സഹായമില്ല, അള്ളാഹിനോടല്ലാതെ തേട്ടമില്ല എന്നത് ഓർമ്മിപ്പിക്കാനാണെന്ന് പഠിക്കാനുള്ള ചോറ് തന്ന ബുദ്ധി എന്തടോ നിനക്ക് ഭൂമിയിൽ ഉണ്ടായില്ല. മരിച്ച ശേഷം കൈകടിച്ചിട്ട് പ്രയോജനമില്ല. ഒന്ന് ഞങ്ങളെ മടക്കൂ, അവർ പറയുന്നു ഖുർആൻ. ഒന്ന് ഞങ്ങളെ മടക്കൂ, അള്ളാഹിനെ മറുപടി കേൾക്കൂ. അവരെ ഞാൻ മടക്കിയാൽ അവർ പണ്ട് ചെയ്ത അതേ തെറ്റിലേക്ക് മടങ്ങിയിരുന്നേനെ. അള്ളാഹ്ക്കറിയാം അവരെക്കുറിച്ച് അള്ളാഹ്ക്കറിയാം. അവരെന്ത് പറഞ്ഞാലും കേൾക്കുന്നവരല്ല, സ്വീകരിക്കുന്നവരല്ല എന്ന്. അങ്ങനെയുള്ള അപകട മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് സന്ദർശകരോട്, പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് കേൾക്കുന്നവരോട് മൊത്തത്തിൽ, പ്രത്യേകിച്ച് നെറ്റിൽ കൂടി റേഡിയോയിൽ കൂടി ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ മനസ്സിലാക്കാൻ വേണ്ടി, ഈ നാട് പഠിപ്പിക്കുന്നതായ ആദർശം, ഈ നാട് പഠിപ്പിക്കുന്നതായ യത്നങ്ങൾ, വേദനകൾ, യാതനകൾ ഇതെല്ലാം ഉൾക്കൊണ്ടുപോയാൽ ഭാവി ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യാം.
എന്തും തരണം ചെയ്യാം എന്ന ബോധത്തിലേക്ക് എത്തും. അപ്പോഴോ ഉറക്കൊഴിയാൻ അത് പ്രേരിപ്പിക്കും. അള്ളാഹു നമ്മെ ഇനത്തിൽ പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം ഇപ്പോൾ എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ റിപ്പബ്ലിക്കിൽ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, അവിടെ കാണേണ്ടത് കാണിച്ചു. അവിടെ കാണേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താബും ഹാരിസൊക്കെ അവിടെ പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത്താബും ഹാരിസും മക്കാ റിപ്പബ്ലിക് ആയ ശേഷം എന്താ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുക്കാൻ കൽപ്പിക്കുകയാണ്. ആരോട്? നീഗ്രോ കറുത്ത മനുഷ്യനോട്. അവർക്ക് വെറുപ്പുള്ള കറുത്ത മനുഷ്യൻ, നമ്മുടെ നേതാവ്. അബൂബക്കറും സയ്യിദുന വഅതക സയ്യിദുന എന്ന് ഉമർ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാർക്ക്. നമ്മുടെ നേതാവിന് മോചനം നൽകിയ നേതാവ് ആര്? മോചനം നൽകിയതാര്? അബൂബക്കർ. മോചനം നൽകിയതാരെ? ബിലാലിനെ. മനസ്സിലായില്ലേ? ആ ബിലാൽ കഅബത്തിന്റെ മീതെ മച്ചിന്റെ മീതെ കയറി നിൽക്കുന്നു, എന്നിട്ട് ബാങ്ക് വിളിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമാണ് തൗഹീദിന്റെ വചനം അവിടെ. അല്ലാഹു ഏകൻ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനെന്താ ഞാൻ അർത്ഥം വെച്ചത്? ലാ മഅബൂദ ബിഹഖ്ഖിൻ, ഞാനല്ല. 4 മദ്ഹബിന്റെ ഇമാമുകളടക്കം നേതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കിതാബുൽ അക്ബർ എന്ന ഗ്രന്ഥത്തിൽ, അക്റഹു അൻ യഖൂല ഫുലാൻ ബിഹഖ്ഖി ഫുലാൻ, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ബിഹഖ്ഖി നബിയ്യി വറുസുൽ അല്ലെങ്കിൽ വൽ മലായിക, മലക്കുകളുടെ ഹക്ക് കൊണ്ട് മുർസലുകളുടെ ഹക്ക് കൊണ്ട് ഒരു മനുഷ്യന്റെ ജാഹ് കൊണ്ട് ഹക്ക് കൊണ്ട് എന്ന പദം പറയൽ പറ്റൂല എന്ന് മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 83 ജനിച്ചിട്ട് 150 മരിച്ചതായ നമ്മുടെ നിഷേധി നേതാവ് പറയുന്നു. അപ്പോഴേ തൗഹീദ് പറയാൻ തുടങ്ങിയതാണ് നമ്മുടെ നേതാക്കൾ. ഇപ്പോഴുണ്ടാ പുത്തനായ ഒരു വാദമോ ഒരു വകുപ്പിൽ ചേർത്ത് പറയുന്ന വാദമോ അല്ല. അങ്ങനെ മനസ്സിലാക്കൽ അറിവില്ലായ്മ കൊണ്ടുവരികയാണ്. അള്ളാഹു അങ്ങനെയുള്ളവരെ ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും അറിവിലേക്കും നയിക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി ഇൽമിന്റെ സദസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അതിനാണ് ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാനുമായി ബന്ധപ്പെടുന്ന സർവ്വ പണ്ഡിതന്മാരോടും സർവ്വ വിദ്യാർത്ഥികളോടും എന്ത് വേണം? സലഫുസ് സാലിഹ്യങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക. ആ ഗ്രന്ഥങ്ങളോട് യോജിക്കുന്ന അതേ ശൈലിയിൽ സംസാരിക്കുന്നവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക. അപ്പോൾ ഇൽമു വർദ്ധിക്കും, വിജ്ഞാനം വർദ്ധിക്കും. അപ്പോൾ നല്ല കൊഴുപ്പുള്ളതായ ക്ലാസ് എടുക്കാൻ, കൊഴുപ്പുള്ളതായ വിജ്ഞാനം നേടാൻ, കൊഴുപ്പുള്ളതായ കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ 5 10 10:15 9:45 അവിടേക്ക് എത്താൻ പരിശ്രമിക്കണം. നമ്മുടെ നേതാക്കൾ പരിശ്രമിച്ചതുപോലെ അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അത്താബും ഹാരിസും കഅബത്തിന്റെ വാതിലിന്റെ പരിസരത്തിലിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കഅബ ക്ലിയറാക്കിയ ശേഷം വിട്ടുകടന്നു അവരുടെ മുമ്പിൽ. അപ്പോൾ ഒരാൾ പറയാണ് മറ്റാളോട്, അത്താബു നുസൈദ് പറയാണ്, എൻ്റെ വാപ്പ ഭാഗ്യവാൻ. ശ്രദ്ധിക്കുക, എൻ്റെ വാപ്പ ഭാഗ്യവാൻ. ഈ കറുത്ത നീഗ്രോന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് മൂപ്പര് മരിച്ചല്ലോ. ഇത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഅബത്തിന്റെ മീതെ പറയുന്ന ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് മൂപ്പര് മരിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ വാപ്പ ഭാഗ്യവാൻ. ഹാരിസ് പറയാണ്, ഇത് സത്യമാണെന്ന് പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പണ്ടേ പിൻപറ്റിയിരുന്നേനെ. അറിയാത്തതുകൊണ്ടല്ലേ ഞാൻ പിൻപറ്റാത്തത്. സത്യമല്ല. അബൂ സുഫിയാൻ 3-ാമത്തെ ആള്, മൂപ്പര് അല്പം മുമ്പ് മുസ്ലിമായ പുതു മുസ്ലിമാണ്. മൂപ്പര് പറഞ്ഞു, ഞാൻ വല്ലതും പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന മണൽ അത് അല്ല എന്ന് പറയും. അത് സംസാരിക്കുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. അബൂ സുഫിയാൻ. ഇത് 3 ആള് പറഞ്ഞു കഴിയുമ്പോൾ ഹളറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അവരുടെ സാന്നിധ്യത്തിലേക്ക് എത്തി. ഈ ബിലാലിന്റെ ശബ്ദത്തെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞില്ലടോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുകയും ഉടനെ തന്നെ അവര് ഞങ്ങൾ പറഞ്ഞതായ വാക്ക് ഞങ്ങൾ 3 ആളല്ലാതെ 4-ാമത്തെ വ്യക്തി കേട്ടിട്ടില്ല, അതുകൊണ്ട് നശ്ഹദു അന്നക റസൂലുള്ളാഹ്, അഥവാ ആദ്യമായിട്ട് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക റസൂലുള്ളാഹ്. ഒരു 3 പേര് മുസ്ലിമായി. ഈ സംഭവം നടന്നതായ മക്ക റിപ്പബ്ലിക് കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി പോയി. ആ പ്രകാരം ഹുനൈൻ യുദ്ധം നടന്നു. ഹുനൈൻ യുദ്ധം നടന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് വിട വാങ്ങി മദീനയിലേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പുതു മുസ്ലിങ്ങളായ ഹക്കീം ഇബ്നു ഹിസാമിനെ പോലോത്ത സഫ്വാൻ ഇബ്നു ഉമയ്യയെ പോലോത്ത ആ അറബി നേതാക്കൾക്ക് 100 ഒട്ടകങ്ങൾ 100 ആടുകൾ ഇങ്ങനെ ഓഹരി വെച്ച് കൊടുക്കുന്ന കണ്ടപ്പോൾ
അൻസാറുകളായ നിങ്ങൾ ഞാൻ കൽപ്പിച്ചതായ മദീനക്കാരായിരുന്ന ഈ ഔസ് ഖസ്റജ് ഗോത്രത്തിൽ നിന്നിട്ട് ഉടലെടുത്തതായ സഹാബാക്കളായ ഈ അൻസാറുകൾ അവിടെ എത്തിയപ്പോൾ എന്തേ ഞങ്ങൾ നിങ്ങളോട് കൂടി ഈ നീണ്ട 8 കൊല്ലം യുദ്ധം ചെയ്തവരല്ലേ, പോരാടിയവരല്ലേ, മത്സരിച്ചവരല്ലേ, ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഇവർക്ക് എന്തേ 100 ഒട്ടകങ്ങൾ കൊടുക്കുന്നു എന്ന ശൈലിയിൽ ചിലരിൽ നിന്നിട്ട് സംസാരമുണ്ടായി. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട പ്രസംഗം അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി പ്രസംഗിച്ച കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രം പറയുന്നു. അലാ തർളൗന അൻ യദ്ഹബൻ നാസു ബിൽ അംവാൽ വതർജിഊന ഇലാ റിഹാലികും ബിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ ജനങ്ങളൊക്കെ മക്കക്കാരെന്നർത്ഥം, ജനങ്ങളൊക്കെ ദുനിയാവുമായി ഡോളറുമായി കാശുമായി പോകുമ്പോൾ നിങ്ങൾ പോകുന്നത് അള്ളാന്റെ ദൂതരിയുമായിട്ടല്ലേ, റസൂലിനെയുമായിട്ടല്ലേ നിങ്ങൾ മദീനയിലേക്ക് പോകുന്നത്. ലൗ സലകന്നാസു ശഅബൻ അല്ലെങ്കിൽ ശഅബൻ വലസലകൽ അൻസാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസാർ. ജനങ്ങൾ മുഴുവനും ഒരു ഇടുക്കിൽ കൂടി പോവുകയാണ്, അൻസാരികൾ മറ്റൊരു ഇടുക്കിൽ കൂടി പോവുകയാണ്, ഞാൻ അൻസാരികളുടെ കൂടെ തന്നെ പോയിരുന്നേനെ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആദ്യം നിങ്ങൾ കേട്ടതായ ഹദീസ് ബുഖാരിയിൽ 4331, മുസ്ലിമിൽ 1059. എന്താ പഠിച്ചത്? ഈ മദീനയിലേക്ക് റസൂലുള്ള വന്നതിൻ്റെ ശേഷം ഇവിടെ ഉണ്ടായതായ ആ അൻസാറുകൾ ആദരിച്ച ബഹുമാനിച്ചതായ ആ ശൈലിയാണ് നിങ്ങൾ കേട്ടത്. അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് മതി, ഞങ്ങളാണ് വീഴ്ച, ഞങ്ങൾ നിട്ടാണ് വീഴ്ച, നിങ്ങൾ നിട്ട് വീഴ്ച വന്നിട്ടേ ഇല്ല ദൂതരെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് അവർ മറുപടി പറഞ്ഞതായ സന്ദർഭത്തിൽ അല്ലാഹുവേ അൻസാറുകളെ നീ അനുഗ്രഹിക്കണം, അൻസാറുകളെ നീ അനുഗ്രഹിക്കണം, അവരുടെ മക്കളെ അവരുടെ സന്താനങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്. നാം ഇരിക്കുന്ന നാട്, നാം പരിചയപ്പെടേണ്ട നാട്, നാം താമസിക്കുന്ന നാട് ആരുടെ നാടാണ്? അൻസാറുകളുടെ നാടാണ്, മുഹാജിറുകളുടെ നാടാണ്. എന്നിരിക്കുമ്പോൾ ആ അൻസാറുകളും ആ മുഹാജിറുകളും എന്തുകൊണ്ട് ഈ സ്റ്റാൻഡേർഡിലേക്ക് അല്ലാഹ് പൊക്കി? എത്രത്തോളം ഖുർആൻ പൊക്കി പറയുന്നു നിങ്ങൾ, അഥവാ സന്ദർശകരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആയത്ത്. അല്ലാഹു പറയുന്നു സൂറത്തു തൗബയിൽ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. മുമ്പന്മാരായ മുഹാജിറുകൾ അൻസാറുകൾ അവരോട് പിൻപറ്റുകയും അവരുടെ ബേക്കിൽ കൂടുകയും ചെയ്തവർക്ക് മാത്രമാണ് അവർക്ക് സ്വർഗം പോലെ ഈ പിൻപറ്റിയവർക്കും സ്വർഗം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വേണമോ? എന്നാൽ ഇവിടെ ജീവിച്ച അൻസാറുകളുടെ ബേക്കിൽ കൂടിക്കോളീൻ എന്നർത്ഥം. 30 വർഷത്തോളം കഴിഞ്ഞപ്പോൾ മദീനയിലേക്ക് റസൂലുള്ളാഹി വന്നിട്ട് 30 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഈ മദീന വേറൊരു പട്ടണമായി മാറുന്നു. സുബ്ഹാനല്ലാഹ്. ലോകം ശ്രദ്ധിക്കുന്ന നാടായി മാറുന്നു, ലോകത്തിൽ ഏറ്റവും വലിയ ക്യാപിറ്റലായി മാറുന്നു, മുസ്ലിങ്ങളുടെ നേതാക്കൾ താമസിക്കുന്ന നാടായി മാറുന്നു, മുസ്ലിങ്ങൾക്ക് പ്രതാപം അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ആസകലം സഖാഫത്തും പ്രതാപങ്ങളും സാഹിത്യ ശൈലിയിലും അല്ലാത്ത രൂപത്തിലുമെല്ലാം പഠിപ്പിക്കുന്ന ഒരു മഹാവിജ്ഞാന കേന്ദ്രമായി മാറുന്നു. പണ്ഡിതന്മാരുടെ നാട്, പ്രബോധകന്മാരുടെ നാട്, യുദ്ധം ചെയ്യുന്നവരുടെ നാട്, മത്സരിക്കുന്നവരുടെ നാട്, സംസ്കാരത്തിൽ പുരോഗതി പ്രാപിച്ചവരുടെ നാട്, അങ്ങനെ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതി പ്രാപിച്ച നാടായി മാറുന്നു. 30 വർഷത്തോളം കഴിഞ്ഞപ്പോൾ, വളരെ ചെറിയ പഴക്കം, വളരെ ചെറിയ വർഷങ്ങൾ. അപ്പോൾ നിങ്ങളിരിക്കുന്ന നാട് കാലിക്കറ്റല്ല, തിരുവനന്തപുരമല്ല, മലപ്പുറമല്ല, മമ്പറവുമല്ല, കാസർഗോഡുമല്ല, അൽ മദീനത്തുൻ നബവിയ്യ, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നാട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്പമാസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ നിങ്ങൾ താമസിക്കുന്ന നാടിന്റെ പ്രത്യേകത എന്താണ്? ഉമിർതു ബി ഖറിയത്തിൻ യഅകുൽ ഖുറാ അല്ലെങ്കിൽ തഅകുലുൽ ഖുറാ. പട്ടണങ്ങളെ തിന്നുന്ന ഒരു നാടിലേക്ക് പോകാനാണ്, ഹിജ്റ വരാനാണ് അല്ലാഹ് എന്നോട് കൽപ്പിച്ചത്. പട്ടണങ്ങളെ തിന്നുന്ന എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള അഥവാ മുസ്ലിം രാഷ്ട്രങ്ങളായി മാറിയതായ സർവ്വ പട്ടണങ്ങളുടെ നേതൃത്വം, അതിന് നേതൃത്വം വഹിക്കുന്ന ക്യാപിറ്റൽ ആരായി മാറി? മദീനയായി മാറി. അതാണ് തിന്നുന്ന എന്ന് പറഞ്ഞാൽ. തിന്നുന്ന എന്ന് പറഞ്ഞാൽ അധീനിക്കുന്ന, ആസ്വദിക്കുന്ന. അതാണ് മദീനയിൽ റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടം മുതൽ പിന്നെ നടന്നതായ പോരാട്ടങ്ങളൊക്കെ പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ് എല്ലാവരുടെയും ശ്രദ്ധ ഈ ഭൂമിയിലേക്കായി മാറി. പട്ടണങ്ങളെ എത്തുന്ന പട്ടണമായി മാറാൻ പോകുന്ന എന്ന് റസൂൽ വിശേഷിപ്പിച്ചതുപോലെ 30 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് പട്ടണത്തെ തിന്നുന്ന നാട് അഥവാ പട്ടണത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ക്യാപിറ്റലായി മാറി മദീന. പണ്ടാണെങ്കിൽ റസൂൽ തന്നെ പറയുന്നുണ്ട് അതേ ഹദീസിൽ, പണ്ടാണെങ്കിൽ അത് യഥിരിബായിരുന്നു. എന്തായിരുന്നു? യഥിരിബായിരുന്നു.
സഹീഹ് ബുഖാരിയിൽ 1871, സഹീഹ് മുസ്ലിമിൽ 1372 നിങ്ങൾ കേട്ടതായ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ മദീനയിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ വിട്ടുപോയതായ ഒരു യുദ്ധമായിരുന്നു എന്ത്? തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അത്ഭുതങ്ങൾ അവിടെയും കണ്ടതിൻ്റെ ശേഷം അള്ളാഹു റസൂലിൻ്റെ നാവിലൂടെ റസൂലുള്ളാഹിന്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്ത ശേഷം ഈ മദീനയിലേക്ക് വരുന്നതായ സന്ദർഭത്തിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതെന്നറിയാമോ? ദൂരെ നിന്ന് പറയുന്നു, ഹാദിഹി താബാ, ഹാദിഹി താബാ. മദീനയ്ക്ക് ധാരാളം പേരുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടുതൽ പേരുകൾ ഒരു സാധനത്തിനുണ്ടാവലപ്പോഴാണ് ആ സാധനം പ്രശസ്തയാർജിച്ച ജനങ്ങളുടെ വളരെ പ്രാധാന്യം നൽകുന്നതായ സാധനമാകുമ്പോഴാണ് പേരുകൾ വർദ്ധിക്കുക. അതുകൊണ്ട് തന്നെ മദീനയ്ക്ക് സംഹൂദി 90-ൽ പരം പേരുകൾ പറഞ്ഞിട്ടുണ്ട് അൽ വഫ ഫി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ. പക്ഷേ അതെല്ലാം തെളിവ് സഹിതമല്ല. പിന്നെയോ മദീനയുടെ പ്രത്യേകത എന്ന പേരിൽ മദീനയിൽ നടന്ന സംഭവ വികാസങ്ങളെ കൂട്ടിച്ചേർത്ത് പറഞ്ഞതായ പദങ്ങളാണ്. ലക്ഷ്യസഹിതം പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വെച്ച പേരാണ് 4 തവണ അൽ മദീന എന്നത്. നബിയിലേക്ക് ചേർത്ത് പറയുന്നതായ പട്ടണം നിങ്ങൾ കേട്ടതുപോലെ. അപ്രകാരം തന്നെ റസൂലുള്ള മദീനയിലേക്ക് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പറഞ്ഞതാണ് ഹാദിഹി താബ, ഇത് ശുദ്ധ ഭൂമിയാണ്. ഹാദിഹി താബ എന്നതായ ആ പദം പറഞ്ഞതായ ആ റസൂലുള്ളാഹിന്റെ നാവിലൂടെ റസൂൽ തന്നെ പറയുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1385 നമ്പർ ഹദീസിൽ റസൂൽ തന്നെ പറയുന്നു, ഈ ഭൂമിക്ക് അല്ലാഹു താബ എന്ന് പേര് വെച്ചിട്ടുണ്ട്. എന്താ കേട്ടത്? അല്ലാഹ് മദീനയ്ക്ക് എന്ത് പേര് വെച്ചു? താബ എന്ന് പേര് വെച്ചു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാവുന്നതാണ്. ആദ്യം കേട്ടതായ ഹാദിഹി താബ എന്നതായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ തൊട്ട് അബൂ മുഹമ്മദ് സായിദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ബുഖാരിയിൽ 4422 അപ്രകാരം മുസ്ലിമിൽ 1392 നമുക്ക് മുതലാക്കണം നമ്മുടെ വരവേൽപ്പ്. മദീനയാണിത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നാടാണിത്. സുബ്ഹാനല്ലാഹ്. നിങ്ങളിങ്ങനെ ഓർത്തു നോക്കുക, 1400 കൊല്ലം മുമ്പിലേക്ക് ശ്രദ്ധ. അന്നത്തെ ജീവിത രീതി. മദീനത്തെ പള്ളി ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതായ പള്ളി. മഴ പെയ്താൽ മഴ അവരുടെ തലയിലേക്ക് തട്ടുന്ന പള്ളി. സുജൂദ് ചെയ്താൽ കളിമണ്ണിലേക്ക് സുജൂദ് ചെയ്യുന്നതായ പള്ളി. അതേ സമയത്ത് തിങ്ങി നിറഞ്ഞുകൊണ്ട് ജനങ്ങൾ അവിടെ റസൂലുള്ളാഹിന്റെ പിന്നിൽ തന്നെ നമസ്കരിക്കണമെന്ന നിർബന്ധമുണ്ടായ പള്ളി. ഒരവസ്ഥ റസൂലുള്ളാഹി മഗ്രിബ് നിസ്കരിച്ച് വീട്ടിലേക്ക് പോയി അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഇശ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ സദസ്സ് അങ്ങനെ തന്നെ, അണികൾ അങ്ങനെ തന്നെ. നിങ്ങൾ പോയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോയി മടങ്ങി വരുമ്പോൾ കിട്ടുന്നതായ പ്രത്യേകതകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോടുകൂടി ഇശ നിസ്കരിച്ച് പോകാമെന്ന് വെച്ചതാണെന്ന് മറുപടി. സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇരുന്ന് കാത്തു നിൽക്കുന്ന പോകട്ടെ, നടക്കുന്ന നമസ്കാരത്തിലേക്ക് ചേരാൻ വേണ്ടി വരേക്കും പോകാൻ നമുക്ക് ത്രാണമില്ല, നമുക്ക് ചങ്കൂറ്റമില്ല, നമ്മളിൽ ഒരുക്കമില്ല. അങ്ങനെയുള്ളതായ ജീവിതമാണ് നാം പലരും നമ്മളിൽ നിന്നിട്ട് സ്വയം കാണാറുള്ളത്. മഹാ അപകടം, മഹാനാശം, മഹാനഷ്ടം ഇപ്പോഴും ഇതുവരെ നാം ഉണർന്നിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ്. ജീവിതം ഇസ്ലാമീകരിക്കണം, ജീവിതം മക്കീകരിക്കണം, ജീവിതം സ്വർഗത്തോപീകരിക്കണം. താടി വെക്കാത്തവർ താടി വെക്കണം, പർദ്ദ ധരിക്കാത്ത പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കണം, നിസ്കരിക്കാത്തവർ കൃത്യമായി നമസ്കരിക്കണം, ഫർദ് നിസ്കരിക്കുന്നവർ സുന്നത്ത് നിസ്കരിക്കണം, തട്ടിപ്പ് വെട്ടിപ്പ് അനാചാരം അക്രമം മേശടി പ്രദൂഷണം ഒഴിവാക്കണം, ജീവിത രീതി ഇസ്ലാമീകരിക്കണം. ജീവിത രീതി ഭാവിയിൽ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. പെട്ടെന്ന് NOC വരാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പട്ടിക ക്ലിയറായിരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. താബ എന്ന് പേര് വെച്ചതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വഹാദാ, അല്പം മുമ്പോട്ട് എത്തിയപ്പോൾ ഉഹദ് കാണാണ്. ഹാദാ ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ കാണുന്നത് ഉഹദ് പർവ്വതമാണ്. നാം അതിനെ സ്നേഹിക്കുന്നു, നമ്മെ അതും സ്നേഹിക്കുന്നു. സന്ദർശകർക്ക് വേണ്ടി പ്രത്യേകം ഉഹദ് പർവ്വതം, ഉഹദ് പോർക്കളം, ആ സകലം ഒരു മഹാ യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലുള്ള പണ്ഡിതന്മാർക്ക്, പ്രബോധകന്മാർക്ക്, എഴുത്തുകാർക്ക്, അപ്രകാരം തന്നെ ദീനീ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാരുണ്ടോ അവർക്കെല്ലാം പാഠം പഠിപ്പിക്കുന്നതായ മഹാപഠനാർഹമായ മഹാവിശാലമായ യൂണിവേഴ്സിറ്റിയായിരുന്നു ഉഹദ് പോർക്കളം. അവിടെ പലപ്പോഴും പല ആൾക്കാർ വന്നിട്ട് അവിടുന്ന് മണ്ണ് കോരിക്കൊണ്ടു പോകും, അല്ലെങ്കിൽ കല്ല് പേറിക്കൊണ്ടു പോകും. അതാണ് അവരുദ്ദേശിച്ചതായ ലക്ഷ്യം.
അവിടെ നമുക്ക് കല്ലും മണ്ണുമല്ല പ്രശ്നം, പിന്നെന്താണ് അവിടെ പ്രശ്നം? എന്താണ്? ആ ഉഹദ് പർവ്വതം. ഉഹദ് എന്ന് പറഞ്ഞാൽ ഈ ഒറ്റമുത്ത് എന്ന് പറയാറുണ്ടല്ലോ, നാം ഈ മാലയുടെ മധ്യത്തിലുള്ള പ്രത്യേക തുറിച്ച് കാണുന്ന ബൈരക്കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഒറ്റ എന്ന് പറയും. എന്നതുപോലെ മദീനയിൽ നിന്നിട്ട് വിട്ടുനിന്ന് നോക്കുക മദീനയെ, അപ്പോൾ ഉഹദ് പർവ്വതത്തെ പ്രകടമായി കാണാം. എന്ത്? ഉഹദ് പർവ്വതത്തിന്റെ കളർ ചുവപ്പാണ്, മറ്റു പർവ്വതങ്ങളെല്ലാം മറ്റു കളറുകളാണ്, പ്രത്യേകിച്ച് കറപ്പിനോട് അടുത്തതായ കളറാണ് ഉഹദ് പർവ്വതം. കുഴിച്ചാലും മണ്ണ് ചുവപ്പ് മണ്ണാണ്. അത് ഉഹദ് പർവ്വതത്തിന്റെ പ്രത്യേകതയാണ്. 7 കിലോമീറ്റർ ഏകദേശം നീളം നിൽക്കുന്നതായ ആ വിശാലമായ പർവ്വതം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ചിഹ്നമായിട്ടാണ് നാം ഗണിക്കേണ്ടത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി അതിനെക്കുറിച്ച് പറഞ്ഞ ശൈലി എന്താണ്? നാം അതിനെ സ്നേഹിക്കുന്നു. അതെ, അപ്പോൾ നാം നമ്മുടെ വികാരം, നമ്മുടെ ആവേശം, നമ്മുടെ ഉന്മേഷം, നമ്മുടെ ഈമാൻ വളരാൻ മാത്രം ആ പർവ്വതത്തിൻ്റെ പരിസരത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്നർത്ഥം. തൗഹീദ് സ്ഥാപിക്കാൻ, തൗഹീദ് പ്രചരിപ്പിക്കാൻ, ഏകദൈവവിശ്വാസം സ്ഥാപിക്കാൻ, ഏകദൈവവിശ്വാസം പ്രചരിപ്പിക്കാൻ, വിദ്അത്ത് ഉന്മൂലനം ചെയ്യാൻ റസൂൽ കൊണ്ടുവന്നത് മാത്രമേ ഇവിടെ നടപ്പാക്കാവൂ എന്ന നിർബന്ധം പുലർത്താൻ ജീവിച്ച സഹാബാക്കളുടെ ആ ജീവിത ശൈലിയുടെ രീതിയാണ് നാം കണ്ടത്. അബൂ ദുജാന അവിടെ നിന്ന് ഒരവസരത്തിൽ ഉഹദ് പോർക്കളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ആരാണ് ഈ വാളിൻ്റെ അവകാശം വാങ്ങുന്ന ആള്? ഈ വാളിന് അവകാശമുണ്ട്. റസൂലുള്ളാഹിന്റെ വാള് പോർക്കളത്തിൽ ആരാണ് അവകാശം കൊടുക്കുന്ന ആള്? അപ്പോൾ മഹാത്മാക്കളായ അബൂബക്കർ പോലോത്ത മഹാത്മാക്കളെല്ലാം സദസ്സിലുണ്ടെങ്കിലും ആരും മിണ്ടിയില്ല. അവരെല്ലാം മൗനം വീക്ഷിച്ചു. പക്ഷേ അതിൻ്റെ അവകാശം വീടുന്നവൻ ഞാനാണെന്ന് പറഞ്ഞ ഒരാള് ചുവന്ന നാടയും കെട്ടി എണീറ്റ് നിൽക്കുകയുണ്ടായി. അദ്ദേഹത്തിനെ കുറിച്ചാണ് ചരിത്രം പറയുന്നത്. എന്താണ് പേര്? അബൂ ദുജാന. അബൂ ദുജാന ചുവന്ന നാട കെട്ടിയാൽ ഡേഞ്ചറാണ് സംഗതി. പിന്നെ ഒരു നടത്തമുണ്ട് മൂപ്പർക്ക്, നെഞ്ചും പൊക്കി ഇങ്ങനെ നടക്കുക പോർക്കളത്തിൽ കൂടി. റസൂലുള്ളാഹി നടത്തം കണ്ടപ്പോൾ വളരെ അള്ളാഹ് വെറുക്കുന്ന നടത്തമാണത്. ഇങ്ങനെയുള്ള വേളയിലല്ലെങ്കിൽ, അഥവാ യുദ്ധപോർക്കളത്തിലല്ലെങ്കിൽ ഈ നടത്തം അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. യുദ്ധപോർക്കളത്തിലാകുമ്പോൾ ശത്രുക്കളുടെ മുമ്പിൽ അങ്ങനെയുള്ള നടത്തം വിരോധമില്ല എന്ന് പറയും പോലെ. സുബ്ഹാനല്ലാഹ്. എന്താണ്? അബൂ ദുജാന ഞാനാണ് അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങി. ഒരാൾ ബാക്കിൽ കൂടി അയാൾ പറയുന്നു, റിപ്പോർട്ടകൻ പറയുന്നു, അബൂ ദുജാന വാളിൻ്റെ അവകാശം നിറവേറി. പോരാടി 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 ശത്രുക്കളുടെ തല അരിഞ്ഞു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതാ ഒരാളെ കാണുന്നു, അയാൾ മഹാ അപകടത്തിലാണ്, അഥവാ മുസ്ലിങ്ങൾക്ക് മഹാ അപകടമാണ്. കാരണം അയാളുടെ പോരാട്ടത്തിനോട് എതിർക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അയാൾ ധീരയോദ്ധാവാണ്. അയാളെ കണ്ടാൽ തന്നെ ജനങ്ങൾ ഞെട്ടിപ്പോകും. അയാൾ ധാരാളം മുസ്ലിങ്ങളെ വധിക്കുന്നുണ്ട്, നിങ്ങൾ പിടികൂടണം അയാളെ, നിങ്ങളുടെ കൂടെയുള്ളത് റസൂലുള്ളാഹിന്റെ വാളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഭാഗത്തിലേക്ക് ശ്രദ്ധ. ആര്? അബൂ ദുജാന. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ അടുക്കലേക്ക് ഓടി. കുതിരയിൽ നിങ്ങൾക്കറിയാം, പോരാടണമെങ്കിൽ വേണം കുതിരയിൽ കഴിവ്, ട്രെയിനിങ്, കെൽപ്പ് എല്ലാവർക്കും സാധിക്കൂല. അങ്ങനെ അബൂ ദുജാന അദ്ദേഹത്തോട് പോരാടി കുതിരയിൽ നിന്നിട്ട് നിലം പതിപ്പിച്ചു. കുതിരയിൽ നിന്നിട്ട് ഒരാളെ നിലം പതിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? അയാൾ കുതിരയിൽ നിന്നിട്ട് ഇറങ്ങിക്കൊണ്ട് കടാരി കൊണ്ട് ഈ നിലം പതിച്ചാൽ എന്ത് വേണം? കൊല്ലണം. അങ്ങനെ കൊല്ലാൻ വേണ്ടി പൊക്കുന്നു. കയ്യിൽ റസൂലുള്ളാഹിന്റെ വാള് കൊല്ലാൻ വേണ്ടി പൊക്കി താഴ്ത്തുന്ന വേളയിൽ പെട്ടെന്ന് അയാൾ ഗിമത്തിലേക്ക് മടക്കുന്നു, ഉറയിലേക്ക് വാളിനെ മടങ്ങി വരുന്നു. എന്തേന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇത് അള്ളാഹിന്റെ റസൂലിന്റെ വാളാണ്. ഞാൻ ഈ വാൾ റസൂലുള്ളാഹിൽ നിന്നിട്ട് വാങ്ങിയപ്പോൾ പറഞ്ഞത് അതിൻ്റെ അവകാശം കൊടുക്കുമെന്നാണ്. അതിൻ്റെ അവകാശത്തിൽ പെട്ടതല്ല പെണ്ണിനെ കൊല്ലൽ. എന്നോട് പോരാടിയത് ഒരു പെണ്ണായിരുന്നു. അവള് മുഖം മറച്ചുകൊണ്ട് പുരുഷനായി അഭിനയിച്ചുകൊണ്ട് പോരാടുന്ന വേളയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ അവൾ നിലം പ്രതിച്ചപ്പോൾ, അവളെ കൊല്ലാൻ വേണ്ടി ഞാൻ പാടുപെട്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് പ്രകടമായത് അത് പെണ്ണാണെന്ന്. ഉടനെ തന്നെ നിമിഷം കണ്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് അതാണോ? ഏത് ആ നിമിഷത്തിൽ പേച്ചുപോയി, അറിഞ്ഞില്ല, ഓർമ്മയില്ല എന്നൊന്നും പറയാൻ പറ്റൂല, പറയൂല അവർ സഹാബാക്കൾ. അതേ നിമിഷത്തിൽ ഓർമ്മ വന്നു, റസൂലുള്ളാഹിന്റെ വാളല്ലേ, എങ്ങനെയാണ് പെണ്ണിനെ കൊല്ലുക? അങ്ങനെ പെണ്ണിനെ കൊല്ലണ്ടാന്ന് വെച്ചു റിംദിലേക്ക് മടക്കി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹാബാക്കൾ അങ്ങനെയാണ് ഉഹദ് പോർക്കളത്തിൽ കൂടി നമുക്ക് ട്രെയിനിങ് നൽകിയത്. ഇങ്ങനെയാണ് റസൂലുള്ളാഹിയുള്ള ഇത്തിബാ, പിൻപറ്റൽ, തുടർച്ച. സുബഹിക്ക് 9 മണിക്ക് ഉണരാ, 8 മണിക്കാ അലറാം വെക്കൽ തന്നെ. കട തുറക്കേണ്ട സമയത്തിൽ, ഓഫീസിലേക്ക് പോകേണ്ട സമയത്താണ്. അതുവരെ അലറാമില്ല, മൊബൈൽ വർക്ക് തന്നെ ചെയ്യില്ല, പൂട്ടി കിടക്കല.
എന്തേ അത്രേ ബന്ധമുള്ളൂ നിസ്കാരത്തോട്, അത്രേ പരിഗണനയുള്ളൂ 5 വക്ത നമസ്കാരത്തോട്. ചിലർക്ക് സുബ്ഹാനല്ലാഹ് മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ കുറിച്ച് തന്നെ കേരളത്തിൽ ഞാൻ താമസിച്ച കാലഘട്ടത്തിൽ കേൾക്കാറുണ്ട്. അദ്ദേഹം സൂര്യ ഉദിച്ച ശേഷം കുട്ടികൾക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വരുന്ന ആളാണ് ചില ആൾക്കാരുടെ സ്വഭാവം. അദ്ദേഹം പള്ളി വലിയ നേതൃത്വമൊക്കെ വഹിക്കുന്ന ആളാണ്. പക്ഷേ മൂപ്പർ നിസ്കരിക്കാൻ എത്തലപ്പോഴാണ് സൂര്യ ഉദിച്ച ശേഷം ചൊറിഞ്ഞുകൊണ്ട് വരും. കുട്ടികൾ ആ സമയത്ത് നിസ്കരിക്കാൻ വരുന്ന സമയം അവർക്ക് നേതൃത്വം വഹിക്കാൻ. അങ്ങനെയുള്ള അവഗണനശീലിക്ക് മാറ്റണം. മക്ക കണ്ടവൻ, കാബം കണ്ടവൻ, കാബം കറങ്ങിയവൻ, സഫാ മറുപടി ഇടയിൽ ചുറ്റിയവൻ, മഹദിയായ നമ്മുടെ നേതാവായ ഹാജർ അലൈഹിസ്സലാമിന്റെ സഈ അതാണോ നിങ്ങൾ കാട്ടിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ വാക്ക്? ബുഖാരി നോക്കൂ. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മഹദിയായ നിങ്ങളുടെ നേതാവായ ആ മഹദി തവക്കുൽ ശരിക്കുള്ള ആ അല്ലാഹുവിലേക്കുള്ള ബരമേൽപ്പിക്കൽ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാ തവക്കുലിന്റെ ചിഹ്നം അതാണ് നിങ്ങളിപ്പോൾ കാട്ടുന്നത് എന്ന് ഒക്കെ ഓർത്താൽ ഒരു ഉംറ ചെയ്തവൻ, ഒരു ഹജ്ജ് ചെയ്തവൻ പിന്നെ അവൻ്റെ രീതി മാറ്റാതിരിക്കുമോ? അവൻ്റെ ജീവിതശൈലി മാറ്റാതിരിക്കുമോ? തോന്നിവാസം ചെയ്യുമോ? 5 വക്ത നമസ്കാരം അക്ഷരത്തിലെത്തുമോ? അനാചാരങ്ങളും ഖബർ കെട്ടിപ്പൊക്കലുകളും അതിൻ്റെ മേൽ നടക്കുന്ന തോന്നിവാസങ്ങളും അനാചാരങ്ങളും കാണുമ്പോൾ മിണ്ടാതിരിക്കുമോ? അവൻ കാട്ടുമ്പോൾ അവൻ കാട്ടട്ടെ, ഞാൻ കാട്ടുമ്പോൾ ഞാൻ കാട്ടുന്നു വെക്കുമോ? ഞാൻ എൻ്റെ ഭാര്യ ഒരു തട്ടാണ് എന്ന പ്രസ്ഥാനം വെച്ച് ജീവിക്കുമോ? അല്ല, മദീനയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അവൻ അത് പ്രേരണ നൽകും. അള്ളാഹു ആയിരത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. എന്താ നാം കേൾക്കുന്നത്? അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച നാട് എന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് എത്തണമെന്ന് പൂതിയുണ്ടോ? എന്നാൽ ഈ നാട്ടിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് പൂതിയുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കാതെ സ്വർഗമില്ല. ഇവിടെ വരട്ടെ, വരാതിരിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വരാൻ സാധിച്ചോളുന്നില്ലല്ലോ അല്ലേ? ഇവിടെ വരുന്നവർ നിങ്ങളെ പോലത്തെ അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ച ചാൻസ് ലഭിച്ചവർ. പക്ഷെ വരാത്തവർക്കും മുസ്ലിങ്ങൾ അവിടെ കോടിക്കണക്കിലുണ്ടല്ലോ, അവർക്കും സ്വർഗത്തിലേക്ക് പോകേണ്ടതില്ലേ? പക്ഷേ അവർക്കും സ്വർഗത്തിലേക്ക് പോകണമെങ്കിലുള്ള നിബന്ധന എന്താണ്? ഈ മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. ഈ മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. മദീനയുടെ പേര് നാം ഇതുവരെ കേട്ടത് താബ എന്നതാണ്. രണ്ടാമത്തെ പേര് തൈബ എന്നതാണ്. ഇന്നഹാ തൈബ, ആ മദീന തൈബയാണ്. തൈബയും താബയും ഏകദേശം തുല്യതയുള്ളതായ അർത്ഥമാണ്, ശുദ്ധിയുള്ളതാണ്. തംഫിൽ ഖബത കമാ തംഫിൻ നാറു ഖബതൽ ഫിദ്ദ. മദീന അതിൻ്റെ അഴുക്കിനെ ശുദ്ധീകരിക്കുന്നതാണ്. ഏതുപോലെ തീയിൽ ഇരുമ്പ് അല്ലെങ്കിൽ വെള്ളി, ഇത് റസൂൽ എവിടെ പറഞ്ഞ വെള്ളിയാണ്, വെള്ളി ഇട്ട് കഴിഞ്ഞാൽ കൊല്ലൻ്റെ മുമ്പിലുള്ള വെള്ളിയിലുള്ള അഴുക്ക് പോകുന്നില്ലേ എന്നതുപോലെ മദീന അതിൻ്റെ അഴുക്കുകളെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നീ താമസിക്കുന്ന പട്ടണം ശുദ്ധീകരിക്കുന്ന നാട്. അപ്പോൾ നമ്മൾ നിന്നിട്ട് അശുദ്ധി ഉണ്ടാവാൻ പാടില്ല. അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്ത്? അഴുക്ക്. അതെന്താണ്? ബിദ്അത്ത്. ഇസ്ലാമിൽ അശുദ്ധി എന്താണ്? ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ് എന്താണ് അശുദ്ധി, എന്താണ് ഹദസ്? മൻ അഹദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആ ഹദസിന്റെ അർത്ഥം എന്താണ് നാം പഠിച്ചത്? ബിദ്അത്ത്. എന്താണ് ബിദ്അത്ത്? ദീനിലില്ലാത്ത കാര്യം, ദീനിലില്ലാത്തതായ തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ഇവിടെ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫിയെ പോലത്തെ പണ്ഡിതന്മാർ മദീനത്തെ മിമ്പറിന്റെ മീതെ വെച്ച് പ്രസംഗിച്ചതായ ആ ബിദ്അത്ത്. ഒരാൾ ബിദ്അത്ത് ചെയ്യുമ്പോൾ ഇമാം മാലിക് ഇബ്നു അനസ് പറയുന്നു, അവൻ കുറിക്കുന്നത്, അവന്റെ തൊള്ള കുറിക്കുന്നത്, അവന്റെ പ്രവർത്തനം കുറിക്കുന്നത് എന്താണ്? റസൂലുള്ള വഞ്ചകൻ, ചതിയൻ എന്നതാണ്. എന്തേ? റസൂലുള്ള ചെയ്യാണ്. ഇസ്ലാമിലുണ്ടോ നൂലാമാലകൾ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തോട് വിട വാങ്ങുമ്പോൾ 11 ഏട്, ഇപ്പോഴോ ഇന്ന് വന്ന വിവരം 7777 ഏട്. എന്തടോ വഹി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? വഹി കട്ടായില്ല റസൂൽ മരിക്കലോട് കൂടി. എങ്ങനെയാണ് ഏടുകൾ വർദ്ധിക്കുന്നു? ഇല്ലാത്ത തോന്നിയാസം പറയലെന്നെ. ഒരു മനുഷ്യൻ നെറ്റിൽ വരാണ്, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എനിക്ക് ജോലിയില്ല മുസ്ലിയാരെ, അതുകൊണ്ട് ജോലി കിട്ടാനുള്ള വല്ല മാർഗമുണ്ടോ? അപ്പോൾ മൂപ്പര് പറയാണ്, എന്താ നിങ്ങൾ 4444 പ്രാവശ്യം ദിക്ർ ചെല്ലിയാൽ മതി. അപ്പോൾ 4444 പ്രാവശ്യം ദിക്ർ ചെല്ലണമെങ്കിൽ എത്ര ടൈം വേണം? മൂപ്പർക്ക് നല്ല ജോലി കൊടുത്തത്, ജോലിയില്ലാത്ത ആൾക്ക് ജോലി കൊടുത്തത്. ജോലിയില്ലാത്ത ആൾക്ക് ജോലി കൊടുക്കാനുള്ള മാർഗം അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തരക്കേടില്ല. ഇത് നീണ്ട ഓരോ ദിവസം 4444, അതും അള്ളയോ റസൂലോ പറഞ്ഞോ, സഹാബാക്കളോ താബീങ്ങളോ പറഞ്ഞോ, അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത് നേതാക്കൾ പറഞ്ഞോ? ഇല്ല. മൂപ്പരെ പോക്കറ്റുന്ന നമ്പറും ഇത്രയും. എങ്ങനെയാണോ? എന്ത് ചങ്കൂറ്റം!
അജ്റഉക്കും അലല്ലാഹി അജ്റഉക്കും അലൽ ഫത്വ എന്ന് നമ്മുടെ നേതാക്കൾ പണ്ട് പറയാറുണ്ട്. അള്ളാനെ വിലവെക്കാത്തവര് ഫത്വ പറയുന്നത് വിലവെക്കാത്തവരാണ്, ഫത്വ പറയുന്നതിൽ വിലവെക്കാത്തവരാണ്. വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ ശ്രദ്ധിക്കുക. പലപ്പോഴും പലതും ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കുന്ന വ്യക്തിയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ലജ്ജ കൊണ്ട് പലതും പറഞ്ഞു പോകാറുണ്ട്. ശ്രദ്ധിക്കുക, ദീനാണ്, അള്ളാഹിൻ്റെ മതമാണ്, തോന്നിയത് പറയരുത്. തോന്നിയത് പറയരുത്, പറയാൻ നിൽക്കരുത്, മഹാ അപകടമാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ പേര് സഹീൽ കൂടി തന്നെ നിങ്ങൾ കേൾക്കുന്നതായ പേരാണ്. നിർത്താൻ പോവാണ് ഹാജിമാർക്ക് വേണ്ടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതുവരെ കേട്ടത് യഥാർത്ഥത്തിൽ ഈ മദീനയിൽ നിന്നിട്ട് പഠിക്കേണ്ട കാര്യങ്ങളിൽ 1000-ൽ 1 1000-ൽ 10,000-ൽ 1 അത്രയും വിശാലമായൊരു സമുദ്രമാണ് മദീന ഇൽമ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി CD-യിലൂടെ, കേസറ്റിലൂടെ, പണ്ഡിതന്മാരിലൂടെ, പ്രവർത്തകന്മാരിലൂടെ, പുസ്തകങ്ങളിലൂടെ, സത്യം പറയുന്ന, ഖുർആൻ പറയുന്ന, സുന്നത്ത് പറയുന്ന, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന, തത്വം പറയുന്ന ആൾക്കാരിലൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചാൻസ് ഉപയോഗപ്പെടുത്തുക. മരിക്കുന്നതിന് മുമ്പ് സഹിഹായ മദീന പേര് മുദ്ഖല സിദ്ഖ്. എന്താണ് മുദ്ഖല സിദ്ഖ്? ഇത് ഒരായത്തിലൂടെ നമ്മുടെ നേതാക്കൾ പറഞ്ഞതാണ്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. സത്യസന്ധതയോട് കൂടിയുള്ള കടക്കുന്ന നാട്, അതുപോലെ സത്യസന്ധതയോട് കൂടിയുള്ള പുറപ്പെടുന്ന നാട് എന്ന് മക്കയ്ക്കും പേരുണ്ട്. മുഖ്റജ സിദ്ഖ് എന്ന് മക്കയ്ക്ക് പേര്, മദീനയ്ക്ക് മുദ്ഖല സിദ്ഖ്. ഈ ആയത്തിൽ തുടക്കം ശ്രദ്ധിക്കുക. അള്ളാഹ് തുടങ്ങുന്നത് മുഖ്റജാണോ ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹ് മക്കയോട് ആദ്യം വിടവാങ്ങലാണോ സംഭവിച്ചത്, അല്ല മദീനയിലേക്ക് ആദ്യം കടക്കലാണോ സംഭവിച്ചത്? ഹിജ്റ വന്നപ്പോൾ മദീനയിലേക്ക് റസൂൽ ആദ്യം കടന്നതാണോ, അല്ല മക്കയോട് ആദ്യം വിട വാങ്ങിയതാണോ? എന്താണ് സംഭവിച്ചത്? മക്കയോട് ആദ്യം വിട വാങ്ങിയതാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് എന്താണ്? മദീനയിൽ കടക്കുന്ന കടത്തമാണ്. കാരണം അതാണ് മെയിൻ തത്വം, അതാണ് മെയിൻ പോയിന്റ്, അതാണ് മർമ്മപ്രധാനമായ ആ ഭാഗം ഹിജ്റയിൽ. ഏത്? മദീനയിൽ കടന്നു, മദീനയായി. അതുകൊണ്ട് മദീനയിലുള്ള സർവ്വ ഖൈറാത്തുകൾ അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി റസൂലുള്ളാഹിക്ക് ലഭിച്ചത് റസൂലുള്ളാഹി ഹിജ്റ വന്നതിലൂടെയാണ്. റസൂല് വരുന്നതിന് മുമ്പ് ഈ നാടാണോ? ഒന്നുമല്ല. ഈ നാട് റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് ഈ നാട്ടിനൊരു വിലയില്ല. കൊള്ളരുതാത്ത നാട്, കാട്ടാളന്മാരുടെ നാട്, ആളക്കൊല്ലികളുടെ നാട്, അക്രമത്തിന്റെ നാട്, അനീതിയുടെ നാട്. റസൂലുള്ളാഹി വന്നതോടുകൂടി മഹാ ചേഞ്ച്. എത്രത്തോളം ജൂതന്മാര് ഭാര്യമാരെ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് താമസിപ്പിച്ചിട്ടാ പോവുക. ചരിത്രം അങ്ങനെയാ പറയുന്നത്. മദീനത്തിന്റെ അകത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയുടെ പരിസരത്തുള്ള ഭൂമിക്ക് വില വളരെ വളരെ കൂടുതൽ. ഇന്നും അങ്ങനെ തന്നെ കേട്ടാ, ഇന്നും അങ്ങനെ തന്നെ. ലോകത്തിൽ BBC ലണ്ടനൊക്കെ പണ്ട് പറഞ്ഞ ഓർക്കുന്നു, നമ്മൾക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. എന്ത്? സ്വർണത്തിനേക്കാളും വലിയ വിലയാണ് മദീനത്തെ പള്ളിയുടെ പരിസരത്തിലുള്ള ഭൂമിക്ക്. സ്വർണത്തിനേക്കാളും വലിയ വിലയാണ് മദീനത്തെ പള്ളിയുടെ പരിസരത്തുള്ള ഭൂമിക്ക്. പണ്ട് വില കൂടുതലാവാൻ കാരണം എന്താണെന്നറിയാമോ? സഹാബാക്കൾ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ സുരക്ഷിതത്വം, നിർഭയത്വം. കേട്ടില്ലേ? പേടിക്കേണ്ടതല്ല ആരെയും, ഭയപ്പെടേണ്ടതല്ല ആരെയും. ഈ പേര് ഇമാം അഹ്മദ് ഹംബൽ സഹിയാക്കിയതായ ഇസ്നാദിൽ അവരുടെ മുസ്നദിൽ കാണാൻ സാധിച്ചു. മുഖ്റജ സിദ്ഖി എന്നത് മക്കയ്ക്ക് കൊടുത്ത പേര് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായിട്ടും കണ്ടു. പിന്നെ മദീനയുടെ പേരുകളിൽ നമുക്ക് പലപ്പോഴും പരിചയമില്ലാത്ത പഠിക്കേണ്ട പേരുകൾ ധാരാളമുണ്ടെങ്കിലും ഖുർആൻ സ്ഥാപിച്ചതായ പേരുകളിൽ പെട്ടതാണ് അദ്ദാർ വൽ ഈമാൻ. അദ്ദാർ വൽ ഈമാൻ ഇത് മദീനയുടെ പേരുകളിൽ ചില പേരുകൾ മാത്രമാണ്. അദ്ദാർ, അൽ ഈമാൻ, മുദ്ഖല സിദ്ഖ്, തൈബ, താബ ഇതൊക്കെ സ്ത്രീകരിക്കപ്പെട്ടതായ നാമങ്ങളിൽ പെട്ടതാണ്. അദ്ദിർഉൽ ഹസീന എന്നും പേരുണ്ട്. അതൊക്കെ പിന്നെ ഇതേ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് ക്ലാസ് നടത്തുന്ന വേളയിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നാം പഠിച്ചതായ ഈ പേരുകളിൽ നിന്നിട്ട് അൽ ഈമാൻ വദ്ദാർ അല്ലദീന തബവ്വഉ അദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. ഒരു വിഭാഗം ഈ നാട്ടിനെ താമസ സ്ഥലമായി താമസമുറപ്പിച്ച വിഭാഗം, ഈമാനാക്കി കേന്ദ്രമാക്കിയ വിഭാഗം
ആരുടെ പ്രത്യേകതയാണത്? മദീനയുടെ പ്രത്യേകത മാത്രമല്ല, പിന്നെയോ മദീനയിൽ താമസക്കാരായ അൻസാറുകളുടെ പ്രത്യേകതയാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ട്, ആ ഈമാൻ പഠിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നാട്ടിനോടുള്ള മഹബത്തോടു കൂടി നമ്മുടെ നേതാക്കൾ താമസിച്ചതുപോലെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ ആര് താമസിക്കുന്നുവോ അവർക്കെല്ലാം ഈ പ്രതിഫലത്തിൽ പങ്കാളിയാവാം. ആ ഇനത്തിൽ നമ്മെ അല്ലാഹു പെടുത്തുമാറാകട്ടെ. വിശ്വാസം ക്ലിയറായാൽ മതി. അതുകൊണ്ട് റസൂൽ പറഞ്ഞത്, മൻ അറാദ യമൂത ഫിൽ മദീനത്തി ഫൽയമൂത് ഫഇന്നനി അശ്ഫഉ ലഹ്. ആരെങ്കിലും മദീനത്തിൽ മരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ മരിച്ചോട്ടെ, കാരണം ഞാൻ അവന് ശുപാർശയാകുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതെങ്ങനെയാണ്? ഒരാളെ മരണം അയാളെ കയ്യിലാണോ? അല്ല, പക്ഷേ മാധ്യമങ്ങളുടെ കയ്യിലാണല്ലോ. ഒരാൾക്ക് മരിക്കാൻ വേണ്ടി മദീനയിൽ പൂതിയുണ്ടെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളൊക്കെ ക്ലിയറാണ്. അയാൾക്ക് വേറെ ജോലിയില്ല, അയാൾ കളവനാണ്, അയാൾ വയസ്സനാണ്, മദീന വിടണ്ട. എൻ്റെ എൻ്റെ ഉസ്താദന്മാരിൽ എനിക്കറിയാം, ഷെയ്ഖ് ഹമ്മാദ് അൽ അൻസാരി മറ്റു പണ്ഡിതന്മാരൊക്കെ മദീന വിടും. സാധാരണ മദീന വിട്ടു പോകും, മറ്റു നാടുകളിലേക്ക്, വിദേശ നാടുകളിലേക്ക് പോകും. ഞങ്ങൾ ക്ലാസ്സിൽ ചോദിക്കും, ഞാൻ കുല്യത്തു ദഅവയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൽപ്പെട്ടതാണ്, അല്ല ഷെയ്ഖേ, എന്താ നിങ്ങൾ മദീന വിട്ടു പോകാത്തത്? മൂപ്പരുടെ മറുപടി, എനിക്ക് മദീനയിൽ മരിക്കാൻ ഇഷ്ടമാണ്. റസൂലുള്ള പറഞ്ഞ ഹദീസ് ഫിറ്റാക്കൽ മൂപ്പർക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ തന്നെ എന്താ സംഭവിച്ചത്? മൂപ്പർ മദീനയിൽ മരിച്ചു. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലത്തെ, ഷെയ്ഖ് അൽ ഉസൈമീനെ പോലത്തവർ മക്കയിൽ മറഞ്ഞു കിടക്കുന്നത് പോലെ ഇവിടെ മദീനയിൽ 40 കൊല്ലം ഇമാമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ സാലിഹ് മരിച്ച സന്ദർഭത്തിലുണ്ടായ അതേ പ്രതീതിയാണ് ഷെയ്ഖ് ഹമ്മാദ് അൽ അൻസാരി മരിച്ച സന്ദർഭത്തിൽ. ഹജ്ജ് വേളയല്ല, ഒരു പ്രത്യേക ഈ സീസണുള്ള വേളയല്ല. അതേ സമയത്ത് ബഖീ ഫുള്ളായിരുന്നു. ബഖീ എന്ന ഖബർസ്ഥാനം ഏകദേശം ഫുള്ളായിരുന്നു. കാരണം ജനങ്ങൾക്കറിയാം ആരാണ് ഹമ്മാദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇൽമുൽ ഹദീസിൽ അന്നത്തെ കാലഘട്ടത്തിൽ, അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃതികൾ, കയ്യെഴുത്ത് കൃതികൾ, അമൂല്യ ഗ്രന്ഥങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലോകത്തിൻ്റെ നാനാതുറകളിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ജനങ്ങൾ വരാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഹമ്മാദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി മദീനയിലാണ് മരിച്ചത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞ ആ വാക്ക് ഫിറ്റാക്കാൻ ഇഷ്ടമുള്ളവർക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മദീനയിൽ മരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മദീനയിൽ മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷഹീദായി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹിൻ്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തെ, തൗഹീദിനെ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ.